കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം മന്ത്രിമാരില്ലാത്തതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവാദപരമായ പരാമർശം മുതൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രതികരണങ്ങളിൽ ഉൾപ്പെടുന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, പ്രത്യയശാസ്ത്ര നിലപാടുകൾ, കേരളത്തിലെ ഭരണകൂടത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ എന്നിവയെല്ലാം തുറന്നു കാട്ടുന്നതായിരുന്നു ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും അധികം രാഷ്ട്രീയ ശ്രദ്ധ നേടിയത് കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമില്ലാത്തതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്. കേന്ദ്രത്തിൽ മുസ്ലിം മന്ത്രിമാർ ഇല്ലാത്തതിന് കാരണം മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ പ്രസ്താവന മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നത് ഒരു സമുദായം ഭരണകക്ഷിക്ക് നൽകുന്ന വോട്ട് വിഹിതത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നൊരു രാഷ്ട്രീയ തത്വത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാതിനിധ്യം ഉറപ്പിക്കണമെങ്കിൽ മുസ്ലിം സമുദായം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പ്രസ്താവന രണ്ട് തരത്തിലാണ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ബി.ജെ.പിക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആവശ്യമില്ല എന്ന മുൻകാല പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ നേടാൻ താൽപര്യപ്പെടുന്നു എന്ന് പരോക്ഷമായി പറയാനുള്ള ശ്രമമാണിത്. മതപരമായ പ്രാതിനിധ്യത്തെ വോട്ട് ബാങ്കുമായി ബന്ധിപ്പിക്കുന്നത് സെക്യുലർ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വിവാദം തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയുടെ മുദ്രാവാക്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ സഹായിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. മുസ്ലിം സമുദായത്തെ ഭരണകക്ഷിയുടെ വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ഈ സമീപനം പ്രാതിനിധ്യം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള പ്രതിഫലനമാണെന്നൊരു വ്യാഖ്യാനം നൽകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള നിലവിലെ ചർച്ചകളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വികസനത്തിന്റെ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. കേരളം വികസിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കാരണം മോദി സർക്കാർ ആണെന്നുമുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ബി.ജെ.പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമാണ്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞവർ ഒന്നും ശരിയാക്കിയിട്ടില്ല എന്ന പ്രസ്താവനയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കേരളം വികസിച്ചുവെങ്കിൽ വിദ്യാർത്ഥികൾ എന്തിന് പുറത്തു പോകുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും തൊഴിലില്ലായ്മയും കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം പ്രകടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കടം വാങ്ങി വികസനം നടത്തുകയാണെന്നും പണം വക മാറ്റി ചിലവഴിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ നടക്കുന്ന 95% വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാരിൻ്റെതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് കേന്ദ്ര ഫണ്ടുകളെയും പദ്ധതികളെയും ആശ്രയിച്ചാണ് കേരളം നിലനിൽക്കുന്നതെന്നൊരു സന്ദേശം നൽകാനുള്ള ശ്രമമാണ്. കേരളത്തിന് വികസനം ഉറപ്പാക്കണമെങ്കിൽ ഇനി വേണ്ടത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ പാർട്ടിയുടെ ഭരണം വന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകൂ എന്ന ബി.ജെ.പിയുടെ ദേശീയ തലത്തിലെ തന്ത്രം കേരളത്തിലും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് സംസ്ഥാനത്തിന്റെ ഭരണപരമായ അധികാരങ്ങളെ അംഗീകരിക്കുന്ന നിലപാടാണ്. എങ്കിലും കിനാലൂരിൽ എയിംസ് വരണമെന്ന് തനിക്ക് പറയാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടില്ലെന്ന സന്ദേശം നൽകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബി.ജെ.പി കാണുന്നത് കേവലം ഒരു പ്രാദേശിക മത്സരമായിട്ടല്ല, മറിച്ചൊരു രാഷ്ട്രീയമായ പ്രസ്താവന നടത്താനുള്ള വേദിയായിട്ടാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റമല്ല, ഭരണശൈലി മാറ്റമാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നതെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന തന്ത്രപരമാണ്. ഇതിലൂടെ നിലവിലെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള അടിത്തറ ശക്തമാക്കാനും ബി.ജെ.പി ശ്രമിക്കുന്നു. ഓരോ പ്രദേശത്തും 5 വർഷത്തെ ബ്ലൂ പ്രിന്റ് പ്ലാൻ ഉണ്ടാക്കുമെന്നും വീട്ടുപടിക്കൽ ഭരണം എന്നതാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ശാസ്ത്രീയമായ വികസന കാഴ്ചപ്പാടുകളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭരണവും വാഗ്ദാനം ചെയ്യുന്നു. ഈ തിരഞ്ഞെടുപ്പ് സെമി ഫൈനൽ അല്ല, ഫൈനൽ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. വെൽഫെയർ പാർട്ടിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വിമർശനം ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾക്ക് അടിവരയിടുന്നു. ഭരണഘടന ഞങ്ങളെ നയിക്കുന്നു, ഭരണഘടന കയ്യിൽ പിടിച്ച് വെൽഫെയർ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് ബി.ജെ.പി എതിർക്കും. ഭരണഘടനയ്ക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദി വെൽഫെയർ പാർട്ടിയെ ബി.ജെ.പി എതിർക്കും. ഈ പ്രസ്താവന വെൽഫെയർ പാർട്ടിയെ തീവ്രവാദ ബന്ധമുള്ളവരായി ചിത്രീകരിക്കുന്നതിലൂടെ കേരളത്തിലെ യു.ഡി.എഫ് മുന്നണിയെ പ്രതിരോധത്തിലാക്കാനും ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനും ബി.ജെ.പി ലക്ഷ്യമിടുന്നു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചില്ലെന്ന വാർത്തകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കണക്കുകൾ പുറത്തുവിട്ടത്. ബി.ജെ.പി 21,065 വാർഡുകളിൽ മത്സരിക്കുന്നുവെന്നും ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കാണാത്ത പ്രാതിനിധ്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കണ്ണൂരിൽ എതിരില്ലാതെ CPM ജയിച്ച സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം സംഘടനാപരമായ വളർച്ചയ്ക്ക് ബി.ജെ.പി പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണങ്ങൾ കേരളത്തിൽ പാർട്ടി നടത്തുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ബഹുമുഖ തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു വശത്ത് ന്യൂനപക്ഷ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള വിവാദപരമായ നിലപാടുകളിലൂടെ രാഷ്ട്രീയ ചർച്ചകൾ
ചർച്ചകൾക്ക് തുടക്കമിടുന്നു. മറുവശത്ത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ഒരു ഫൈനലായി കാണുകയും ഭരണശൈലി മാറ്റത്തിനായി ശ്രമിക്കുകയും ചെയ്യുന്ന BJP ഭാവിയിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രസ്താവനകളോടെ BJP കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകളും സാന്നിധ്യവും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്.